ആമവാദം കൊണ്ടുവരുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഡിസീസിൻ്റെ പ്രോഗ്രഷൻ വെച്ച് വരുന്നത്. അപ്പോൾ ആമവാദം കൂടി വരുമ്പോഴേക്കും ജോയിൻറ്റ് സ്റ്റിഫായി വളഞ്ഞു പോയി അത് ഫങ്ഷൻ. ഇപ്പം പലരും കൊണ്ട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ വെച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത, കൈ വെച്ചൊന്നും നമ്മൾ ആളെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാകില്ല. അവരുടെ കൈ വെച്ച് അവർക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാനോ പറ്റാത്ത പേഷ്യൻസ് ഉണ്ടാകുന്നുള്ളതാണ്. പിന്നെ അത് കയ്യിലാണ് ബാധിക്കുന്നതെങ്കിൽ പലരുടെയും ഷോൾഡറും ഇപ്പോൾ കൈ പൊക്കാൻ പറ്റാത്തവരുണ്ടാവും. ജോയിൻസ് നമ്മുടെ ആ ഫ്ലെക്സിബിലിറ്റി അങ്ങ് ഇല്ലെന്നായി പോയി. അത് ചിലരൊക്കെ തിരിഞ്ഞു പോയി. ഇപ്പം കാലിൻ്റെയൊക്കെ ആണെങ്കിലും വിരൽ അങ്ങോട്ട് തിരിഞ്ഞു പോയി കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അലൈൻമെൻറ്റ്, നമ്മുടെ വെയിറ്റ് ബെയറിങ്ങിൻ്റെ അലൈൻമെൻറ്റ് തെറ്റുമ്പോൾ കാലിൻ്റെ ഉള്ളംകാലിൽ പോലും ഇങ്ങനെ ഈ നമ്മൾ ആണി എന്നൊക്കെ പറയുമല്ലോ, കാലസ് ഫോർമേഷനും സ്പർ പോലെ അങ്ങനത്തെ വന്നിട്ട് നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ട് പോലെ വരും. അതായത് കാലിൽ നിലത്ത് കുത്തുമ്പോൾ വേദന വരും. അതാണ് വേറൊരു പ്രോബ്ലം. പലർക്കും ഈ ജോയിൻറ്റിൻ്റെ വേദന കൊണ്ട് മാത്രമല്ല നടക്കാൻ പറ്റാതെ വരും. ഈ അലൈൻമെൻറ്റ് തെറ്റിയിരിക്കുന്നതുകൊണ്ട് കാലിൻ്റെ കാലിലേക്ക് നമ്മുടെ ആ വെയിറ്റ് ബെയറിങ്ങിൻ്റെ അതിൻ്റെ ആക്സിസ് ഒക്കെ തെറ്റുന്നതുകൊണ്ട് അവിടെ വന്നിരിക്കുന്നത് അതും പെയിൻ ഉണ്ടാക്കും. അപ്പം അതാണ് ഡിസീസിൻ്റെ പേരിൽ നമുക്ക് വരുന്നത്. ഇപ്പം സ്പൈനെയൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനോ കുറച്ച് നേരം കൂടുതൽ നേരം ഇരിക്കാനോ എല്ലാത്തിനും നമ്മുടെ പോസ്റ്ററിനും എല്ലാം പ്രോബ്ലംസ് വരാം. അതാണ് അത് ഡിസീസ് പ്രോഗ്രസ് ചെയ്ത് ജോയിൻറ്റ് ഫിക്സ് ആയി പോകുന്നതിൻ്റെ അതിൻ്റെ വേദനകളും ആയിരിക്കും ഒരു സൈഡിൽ വരുന്നത്.